ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഹിന്ദിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. നമുക്കറിയാം ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് മധുർ വചൻ. മധുർ വചൻ എന്ന് പറഞ്ഞാൽ മധുരമായിട്ടുള്ള വചനങ്ങൾ. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഇതുവരെ പഠിക്കാത്ത പുതിയ രീതിയിലുള്ള ഒരു കാര്യമാണ്, അതായത് ദോഹെ. ദോ എന്ന് പറഞ്ഞാൽ രണ്ട്. ദോഹ എന്ന് പറയുമ്പോൾ രണ്ട് വരികളുള്ള കവിതകളെയാണ് നമ്മൾ ദോഹ എന്ന് പറയുക. ഇവിടെ മൂന്ന് എഴുത്തുകാർ എഴുതിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ദോഹകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കബീർ ദാസ്, തുളസിദാസ്, റഹീം എന്നിങ്ങനെ മൂന്ന് പ്രമുഖരായ ഹിന്ദിയിലെ ദോഹ എഴുത്തുകാർ എഴുതിയിട്ടുള്ള ദോഹയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ ഹൈക്കു പഠിച്ചതുപോലെ തന്നെ ഇതും ഒരു പുതിയൊരു കാര്യമാണ്. ഹൈക്കു എന്ന് പറഞ്ഞാൽ മൂന്ന് വരികളുള്ള കുട്ടിക്കവിതകളായിരുന്നു. അതുപോലെ ദോഹ എന്ന് പറയുമ്പോൾ രണ്ട് വരികൾ മാത്രമുള്ള ചെറിയ കവിതകളാണ്. ദോഹയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ രണ്ട് വരികളിൽ തന്നെ വളരെ വലിയ ആശയങ്ങളും വലിയ സന്ദേശങ്ങളും ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, തരുന്നത്. ഇനി ദോഹ എഴുത്തുകാരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വളരെ മുൻപാണ്. 1400കളിലും 1500കളിലൊക്കെ ജീവിച്ചിരുന്നവരാണ് ഈ ദോഹ എഴുത്തുകാർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഹിന്ദിയേക്കാൾ ഒരുപാട് പഴക്കമുള്ള ഹിന്ദിയിലാണ് ദോഹ എഴുത്തുകൾ ഉണ്ടായിരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ ചില വാക്കുകളൊന്നും നമുക്ക് പിടികിട്ടണമെന്നില്ല. കാരണം വളരെ പുരാതനമായിട്ടുള്ള ഹിന്ദിയിലാണ് ഇവ എഴുതിയിട്ടുള്ളത്. പക്ഷേ നമുക്ക് എല്ലാത്തിൻ്റെ അതിൻ്റെ ആശയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം പഠിച്ചെടുക്കാം. ഇനി ഒരു ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ദോഹയുടെ ആശയങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളത്. കാരണം ഓരോ ദോഹയുടെ ആശയങ്ങളിൽ തന്നെ അതിൽ നിന്ന് ചോദിക്കാവുന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തുമാത്രം പഠിച്ചാൽ മതി ഈ ചാപ്റ്ററിൽ? ദോഹയുടെ ആശയങ്ങൾ മാത്രം നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുള്ളൂ, അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ ദോഹ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് കബീർ ദാസിന്റെ രണ്ട് ദോഹയാണ്. അതുപോലെ തന്നെ തുളസിദാസിന്റെയും റഹീമിന്റെയും ഈ രണ്ട് ദോഹ വെച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കബീർ ദാസിന്റെ രണ്ട് ദോഹയിൽ അദ്ദേഹം തരുന്ന സന്ദേശങ്ങൾ, ഒന്നാമത്തേൽ പറയുന്നത് നമ്മുടെ സംസാരത്തിനെ കുറിച്ചാണ്. രണ്ടാമത്തെ ദോഹയിൽ പറയുന്നത് ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ളവരാണ് ഒരു നല്ല മനുഷ്യരെന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഈ രണ്ട് ദോഹയിൽ പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ദോഹ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ദോഹ ഞാനൊന്ന് വായിക്കുന്നുണ്ട്. ഐസി ബാണി ബോലിയെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ബാണി എന്ന് പറഞ്ഞാൽ എന്താണ്, സംസാരിക്കേണ്ടത്. ബാണി ബോലിയെ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. മൻ കാ ആഭാഗോയ്, മനസ്സിൽ ഒന്നും വെക്കാതെ, അതായത് തിന്മകളൊന്നും വെക്കാതെ, അഹങ്കാരമോ വെറുപ്പോ വിദ്വേഷമോ ഒന്നും വെക്കാതെയാണ് എന്ത് ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടത്. അങ്ങനെ സംസാരിച്ചാൽ എന്താണ് നല്ലതായിട്ട് വരുന്നത്? അപ്നാ തൻ സീതൽ കരെ, നമുക്കും സന്തോഷമുണ്ടാവട്ടെ. ഔറൻകോ സുഖഹോയ്, കേൾക്കുന്നവർക്കും സന്തോഷമുണ്ടാവട്ടെ. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളുമായിട്ട് എങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുക? മനസ്സിൽ ദേഷ്യമോ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ലാതെ അവരോട് സ്നേഹത്തോടെ അല്ലെങ്കിൽ ഉള്ളിൽ നന്മ മാത്രം വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, സംസാരിക്കുക. അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ഗുണം? പറയുന്ന നമുക്കും കേൾക്കുന്ന അവർക്കും ഒരുപോലെ എന്തുണ്ടാവും, സന്തോഷം ഉണ്ടാവും എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇനി ഞാൻ താഴെ തന്നെ ആശയം എഴുതിയിട്ടുണ്ടല്ലോ, ആ ആശയം കൂടെ നോക്കാം. കവി ലോകം കോ ഉപദേശ് ദേത്താ ഹെ, ഇവിടെ കബീർ ദാസ് നമ്മളെ ഉപദേശിക്കുകയാണ്. മൻ കാ അഹങ്കാർ ചോഡ്കർ മുഹ് സേ ഏസെ മീഠേ വചൻ ബോലി, മനസ്സിലെ അഹങ്കാരങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ വായ കൊണ്ട് എങ്ങനെ സംസാരിക്കുക, മീഠേ വചൻ, മധുരമായ രീതിയിൽ എന്ത് ചെയ്യുക, സംസാരിക്കുക. കി തുമ്ഹാര അപ്നാ ശരീർ ശീതൽ ഹോ ജായേ, അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും ഒരു സുഖം ലഭിക്കട്ടെ. സാത്ത് ഹി സുന്നേ വാലും കോ ഭി സുഖ് മിലേ, അത് മാത്രമല്ല അത് കേൾക്കുന്നവർക്കും വളരെ സന്തോഷമുണ്ടാവട്ടെ എന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒന്നാമത്തെ ദോഹയിൽ കബീർ ദാസ് പറയുന്നത്. അപ്പോൾ സംസാരത്തിനെ കുറിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇനി രണ്ടാമത്തെ ദോഹയിലേക്കാണ് വരുന്നതെങ്കിൽ സാധു ഏസാ ചാഹിയെ, സാധു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് എന്താണ്, ഒരു മനുഷ്യൻ. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ടത്?
ജേസ സൂപ്പ് സുഭായ്, എന്തിനെ പോലെ ആയിരിക്കണം? സൂപ്പ്. സൂപ്പ് എന്ന് പറയുന്നത് മുറം. സൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? മുറം. ഒരു മനുഷ്യൻ എന്തിനെ പോലെ ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്? ഒരു മുറം പോലെ ആയിരിക്കണം. എന്താണ് മുറം? നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളൊരു സാധനമാണ്. നമ്മൾ അരിയിൽ നിന്ന് കല്ലും മറ്റുള്ള സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ചീത്ത അരിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ത്? മുറം. അപ്പം മുറത്തിൻ്റെ ഒരു ഉദ്ദേശം, എന്തിനാണ് നമ്മൾ ഈ മുറം ഉപയോഗിക്കുന്നത്? അരിയിൽ നിന്ന് ചീത്ത സാധനങ്ങൾ ഒഴിവാക്കുക, നല്ല അരി മാത്രം എന്ത് ചെയ്യുക? വേർതിരിച്ചിരിക്കുക. അതുപോലെ ആയിരിക്കണം ഒരു മനുഷ്യൻ. അപ്പൊ എങ്ങനെയാണ്? സാർ സാർക്കോ ഗഹീരഹേ ദോദാ തേട് ഉഠായി. അതായത് ഒരു മനുഷ്യൻ, നല്ല മനുഷ്യൻ എങ്ങനെയായിരിക്കണം? നമ്മുടെ ചുറ്റും നന്മയും തിന്മയും ഉണ്ടാകും. ഇതില് നന്മകളെ മാത്രം സ്വീകരിച്ചുകൊണ്ട് തിന്മയെ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. അങ്ങനെയുള്ളവരാണ് നല്ല മനുഷ്യരെന്നാണ് ആര് പറയുന്നത്? കബീർദാസ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതിന്റെ ആശയം നോക്കി. സമാജ് മേ സൂപ് കെ സ്വഭാവ വാലെ സജ്ജൻ കി സറൂരത് ഹെ. സമൂഹത്തില് മുറം പോലെയുള്ള സജ്ജനങ്ങളുടെ, നല്ല ആളുകളുടെ ആവശ്യകതയുണ്ട്. സൂപ്പ് അപ്നെ പാസ് അച്ഛേ അനാജ് റക്കർ ബേക്കാർ അനാജ് കോ ചോട് ദേത്താ ഹെ. ഇനി ഒരു മുറം ചെയ്യുന്നത് എന്താണ്? നല്ല ധാന്യങ്ങൾ വെച്ചുകൊണ്ട് ചീത്ത ധാന്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ അതിലുള്ള വേസ്റ്റിനെ ഒഴിവാക്കുന്നു. അതുപോലെ തന്നെ ഉസി പ്രകാർ സജ്ജൻ കോ അപ്നെ അന്തർ അച്ചായോം കോ ഗ്രഹൺ കർ ബുറായോം കോ ദൂർ കർ ദേനാ ചാഹിയെ. അതുപോലെ തന്നെ സജ്ജനങ്ങൾ എങ്ങനെയായിരിക്കണം? നല്ല കാര്യങ്ങൾ സ്വീകരിക്കുകയും തെറ്റായ കാര്യങ്ങൾ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുകയും വേണം. ഇതാണ് കബീർദാസ് രണ്ടാമത്തെ ദോഹയിൽ പറയുന്നത്. അപ്പൊ നോക്കിയേ, രണ്ട് വലിയ സന്ദേശങ്ങളാണ് ഇവിടെ തരുന്നത്. ഒന്നാമത്തേൽ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? സംസാരിക്കേണ്ടത്. നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്നാണ് എന്ത് ചെയ്യുന്നത്? കബീർദാസ് പറയുന്നത്. മനസ്സിൽ എന്താണ്? വെറുപ്പോ അഹങ്കാരമോ ഒന്നുമില്ലാതെ മധുരമായ രീതിയിൽ സംസാരിക്കണം. ഇനി രണ്ടാമത്തേൽ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം? മുറം പോലെ. എന്താണ് മുറത്തിന്റെ പ്രത്യേകത? മുറം നല്ല ധാന്യങ്ങളെയും ചീത്ത ധാന്യങ്ങളെയും വേർതിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ധാന്യങ്ങളിൽ നിന്ന് വേസ്റ്റിനെ പുറന്തള്ളുന്നത് പോലെ നല്ല മനുഷ്യർ എന്ത് ചെയ്യണം? അവര് നന്മകളെ സ്വീകരിച്ച് തിന്മയെ എന്ത് ചെയ്യണം? ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. ഇപ്പൊ കബീർദാസിന്റെ രണ്ട് ദോഹകൾ നമ്മളിവിടെ പറഞ്ഞു. ഇനി നമുക്ക് രണ്ടാമതായിട്ട് പഠിക്കാനുള്ളത്, നമ്മുടെ അടുത്ത എഴുത്തുകാരൻ എന്ന് പറയുന്നത് തുളസീദാസ്. നമ്മുടെ അടുത്ത എഴുത്തുകാരൻ എന്ന് പറയുന്ന ആരാണ്? തുളസീദാസ് ആണ്. അപ്പൊ തുളസീദാസിന്റെ ദോഹയിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ദോഹയിൽ പറയുന്നത് നമ്മൾ ഒരു കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം സമയം നമ്മൾ ഒരു കാര്യത്തെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പാടുള്ളതല്ല. ഇനി രണ്ടാമത്തെ ദോഹയിൽ പറയുന്നത്, നമ്മൾ കബീർദാസിന്റെ ദോഹയിൽ സംസാരത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഓണസ്റ്റ് ആയിട്ട് മാത്രം എന്ത് ചെയ്യുക? സംസാരിക്കുക. നമ്മൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം സംസാരിക്കാതിരിക്കുക. അങ്ങനെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? തുളസീദാസ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ദോഹ ശ്രദ്ധിക്കുക. ദയ ധർമ്മ കാ മൂൽ ഹെ. ദയ എന്ന് പറയുന്നത് എന്താണ്? കരുണ. ദയ ധർമ്മ കാ മൂൽ ഹെ. മൂൽ എന്ന് പറയുന്നത് അടിസ്ഥാനം. അപ്പോൾ ദയ ധർമ്മത്തിന്റെ അടിസ്ഥാനമാകുന്നു. പാപ് മൂൽ അഭിമാൻ. ഇനി ദയയുടെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഗർവ് അഥവാ അഹങ്കാരം. അപ്പോ അഹങ്കാരം എന്തിന്റെ അടിസ്ഥാനമാകുന്നു? പാപത്തിന്റെയും അടിസ്ഥാനമാകുന്നു. അപ്പൊ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്തിനാണ്? ദയയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്വീകരിക്കേണ്ടത്. നമ്മൾ അഹങ്കാരത്തെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഇനി അതിനടിയിൽ എന്താ പറയുന്നത്? തുളസി ദയാന ചോടിയെ ജബ് തക് ഘട് മേ പ്രാൺ. ഇനി ദയാന ചോടിയെ, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ദയ വിട്ടുകളയാൻ പാടില്ല. ജബ് തക് ഘട് മേ പ്രാൺ, നമ്മുടെ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം സമയം വരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ദയയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല. ആശയം നോക്കിയേ. ദയാ കി ഭാവനാസെ ധർമ്മ ഉത്പന്ന ഹോത്താ ഹെ. അതായത് ദയയിൽ നിന്നാണ് ധർമ്മം ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ദയയാണ് ധർമ്മത്തിന്റെ അടിസ്ഥാനം. അപ്പോ ധർമ്മം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ദയയിൽ നിന്നാണ്. ഗർവ് തോ പാപ് കോ ജന്മ ദേത്താ ഹൈ. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ത്? അഹങ്കാരം. അഹങ്കാരം എന്തിന് ജന്മം നൽകുന്നു? പാപത്തിന് ജന്മം നൽകുന്നു. മനുഷ്യക്കോ അപ്നെ ശരീരമേ. മനുഷ്യൻ
അവന്റെ ശരീരത്തിൽ ജബ് തക് പ്രാൺ രഹത്തെ, എത്ര നാൾ ജീവനുണ്ടോ, ദയാഭാവന കബി നഹി ചോഡ്നി ചാഹിയെ, അത്രയും കാലം എന്ത് ചെയ്യാൻ പാടില്ല, ദയ അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുകളയാൻ പാടുള്ളതല്ല. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തെ ദോഹ മനസ്സിലായോ? ഒന്നാമത്തെ ദോഹയിൽ പറയുന്നത് എന്താണ്? ധർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ദയയാണ് ധർമ്മത്തിന്റെ അടിസ്ഥാനം. അഹങ്കാരം എന്താകുന്നു? പാപത്തിന്റെയും അടിസ്ഥാനമാകുന്നു. അപ്പൊ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിക്കേണ്ടത് എന്താണ്? ദയയെ മുറുകെ പിടിക്കുകയും അഹങ്കാരത്തിന് ജീവിതത്തിൽ ഒരിക്കലും സ്ഥാനം കൊടുക്കാതെയും ഇരിക്കുക. പ്രാണൻ ശരീരത്തിലുള്ളിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ദയയെ വിട്ടുകളയാൻ പാടുള്ളതല്ല. ഇനി രണ്ടാമത്തെ ദോഹ നോക്കാം. വളരെ വലിയൊരു കാര്യം ഈ ദോഹയിൽ പറയുന്നുണ്ട്. നമ്മൾ പലരും ചിലപ്പോൾ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഇങ്ങനെയുള്ളത്. ഈ രണ്ടാമത്തെ ദോഹയിൽ പറയുന്ന കാര്യം നോക്കിയേ. സജീവ് വൈദ്യ ഗുരു തീനിജോ. സജീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവിൻ്റെ മന്ത്രി, വൈദ്യ ഒരു ഡോക്ടർ, ഗുരു ടീച്ചർ, ഇവർ മൂന്ന് പേരും പ്രീ ബോലിഹി ബൈ ആസ്, പേടികൊണ്ട് നല്ല വാക്കുകൾ സംസാരിക്കരുത്. രാജ്ധർമ്മ തൻ നീതി കർ ഹോയി ബേഗഹീനാസ്, അങ്ങനെ ചെയ്താൽ ഒരു രാജ്യത്തിനും ശരീരത്തിനും അതുപോലെ ധർമ്മത്തിനും വേഗം തന്നെ നാശം സംഭവിക്കും. അപ്പൊ എന്താണ് ഇവിടെ തുളസീദാസ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ആശയത്തിലേക്ക് നോക്കി. മന്ത്രി, വൈദ്യ, ഗുരു. ആരൊക്കെയാണ്? ഒരു മന്ത്രി, ഒരു വൈദ്യൻ, ഒരു ഗുരു. ഇവർ മൂന്ന് പേരും ഭയക്കേ കാരൻ, അതായത് പേടി കൊണ്ടോ അഥവാ കിസി ആശാസെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ സത്യന ബോൽക്കർ, സത്യം സംസാരിക്കാതെ മീട്ടി ബാത്തേം ബോൽത്തേ ഹേ, പകരം മധുരമുള്ള വാക്കുകളാണ് സംസാരിക്കുന്നതെങ്കിൽ തോ ക്രമശ്, അതുകൊണ്ട് എന്ത് സംഭവിക്കും? രാജ്യ ശരീർ ഓർ ധർമ്മ കാ ശീഘ്ര ഹി നാശ് ഹോ ജാത്താ ഹേ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? രാജ്യവും ശരീരവും കൂടാതെ ധർമ്മവും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. സത്യ ബോൽന ഓർ നിഷ്പക്ഷ സലാഹ് ദേന ബഹുത് മഹത്വപൂർണ്ണ ഹേ. സത്യം പറയുന്നതും നിഷ്പക്ഷമായി നിന്നുകൊണ്ട്, അതായത് ന്യൂട്രലായി നിന്നുകൊണ്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുന്നത് വളരെ മഹത്വപൂർണമായിട്ടുള്ളൊരു കാര്യം ആകുന്നു. അപ്പൊ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു രാജാവിന് പ്രധാനപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? മന്ത്രി. ഒരു രാജാവിനൊരു സംശയം വരുന്ന ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആരുമായിട്ടാണ് സംവദിക്കുന്നത്? മന്ത്രിയുമായിട്ടാണ് സംസാരിച്ചത് എന്ത് ചെയ്യുന്നത്? അത് നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിൽ ആ രാജാവിനോടുള്ള പേടി കൊണ്ടോ, അല്ലെങ്കിൽ ആ രാജാവിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ ആ രാജാവ് എന്ത് കരുതും എന്ന് വിചാരിച്ചിട്ടോ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് മന്ത്രി രാജാവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നതെങ്കിൽ ആ രാജാവ് ഭരിക്കുന്ന രാജ്യത്തിന് പെട്ടെന്ന് തന്നെ നാശം സംഭവിക്കും. ഇനി ഒരു വൈദ്യന്റെ കേസ് ആണെങ്കിൽ എങ്ങനെയാണ്? ഒരു വൈദ്യൻ തൻ്റെ രോഗികളോട് അവരുടെ അസുഖത്തിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ ശരീരത്തിനെ പറ്റി സത്യസന്ധമായിട്ട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ആ രോഗിക്ക് വിഷമമായാലോ എന്ന് കരുതിയിട്ട് ആ ഡോക്ടർ എന്ത് ചെയ്യുന്നില്ല? പൂർണ്ണമായുള്ള കാര്യങ്ങൾ ആ രോഗിയോട് സംസാരിക്കുന്നില്ല, അവരോട് റിവീൽ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ആ രോഗിയോട് ചെയ്യുന്ന എന്താണ്? ഒരു തെറ്റല്ലേ? അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് പറ്റും? ശരീരത്തിന് നാശമുണ്ടാകും. ഇനി ഒരു ഗുരുവാണെങ്കിൽ തൻ്റെ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ തൻ്റെ സ്റ്റുഡൻസിനോട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല, അവരെ തെറ്റുകൾ തിരുത്തുന്നില്ല, അവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്നതിന് വേണ്ടി അവരെ തെറ്റിൽ നിന്ന് മാറ്റി നടത്തുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ അത് ഒരു ജനറേഷനെ തന്നെ എന്ത് ചെയ്യും? ബാധിക്കും. കാരണം ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ളവരാണ് ആര്? ഗുരുക്കന്മാർ. അപ്പോൾ അവര് തെറ്റായ ഇൻഫ്ലുവൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് പറ്റും? ഒരു ജനറേഷൻ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാം? നശിച്ചു പോകാം. അങ്ങനെയാണെങ്കിൽ ധർമ്മത്തിന് എന്ത് ചെയ്യും? നാശമുണ്ടാകും. അപ്പോൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട ആളുകൾ, ഒരു രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ മന്ത്രി, ഒരു വൈദ്യൻ, ഒരു ഗുരു, ഇവർ മൂന്ന് പേരും എന്ത് ചെയ്യാൻ പാടില്ല? ഭയം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ കൊണ്ടോ മനസ്സിലുള്ളത് മറച്ചു വെച്ചുകൊണ്ട്
സത്യസന്ധമായ കാര്യങ്ങൾ പറയാതെ മധുരമായ പ്രീതിപ്പെടുത്തുന്ന വാക്കുകൾ മാത്രമാണ് സംസാരിക്കുന്നതെങ്കിൽ മന്ത്രി ചെയ്താൽ രാജ്യത്തിനും, വൈദ്യം ചെയ്താൽ ശരീരത്തിനും, ഗുരു ചെയ്താൽ ധർമ്മത്തിനും പെട്ടെന്ന് തന്നെ നാശമുണ്ടാകും. ഇനി അവസാനം ആശയത്തിൽ പറയുന്ന കാര്യം നോക്കി, സത്യ ബോൽന ഓർ നിഷ്പക്ഷ സലാഹ് ദേന, സത്യം പറയാനും അതുപോലെ തന്നെ നിഷ്പക്ഷമായി നിന്നുകൊണ്ട്, അതായത് ന്യൂട്രലായി നിന്നുകൊണ്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ ധൈര്യം കാണിക്കുന്നത് മഹത്വപൂർണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ 2 ദോഹകൾ നമ്മൾ പഠിച്ചു. തുളസീദാസിന്റെ 2 ദോഹയാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്, പഠിച്ചത്. ഒന്നാമത്തേൽ പറഞ്ഞത് എന്തിനെ പറ്റിയാണ്? ദയ. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ലാത്ത കാര്യമാണെന്ത്? ദയ. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തേൽ പറയുന്നത് എന്താണ്? 3 ആളുകൾ അവരെന്ത് ചെയ്യണം? സത്യസന്ധമായി സംസാരിക്കുക. മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു പറയാതിരുന്നാൽ അത് വലിയ നാശങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇനി അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള 2 ദോഹ എഴുതിയിട്ടുള്ളത് റഹീം എന്ന എഴുത്തുകാരനാണ്. ഇനി ഇവിടെ ഇദ്ദേഹത്തിൻ്റെ 2 ദോഹ ഏതാണ്ട് ഒരുപോലെയുള്ള ദോഹകളാണ്. ഒന്നാമത്തെ ദോഹയിൽ പറയുന്നത് നോക്കി, മൻ മോദി അരു ദൂത് രസ്. ഇവിടെ പറയുന്നത് മനസ്സ്, മുത്തുകൾ, പൂക്കൾ, അതുപോലെ തന്നെ പാല്, ഇവ 3ഉം ഇൻകി സഹജ് സുഭായ്, ഇവരെല്ലാം അതിൻ്റെതായ ഫ്രഷായ രൂപത്തിലാണെങ്കിൽ കാണാൻ വളരെ ഭംഗിയുള്ളതായിരിക്കും. പക്ഷേ ഫഡ്ജായത്തോ നമിലെ കോഡിൻ കര ഉബായ്, പക്ഷെ ഒരിക്കലെങ്ങാനും ഇവയ്ക്ക് കേട് സംഭവിച്ചാൽ പിന്നീട് നമുക്കതിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല? തിരിച്ച് അതിൻ്റെ പഴയ രൂപത്തിലേക്ക് എങ്ങനെ ശ്രമിച്ചാലും കൊണ്ടുവരാൻ സാധ്യമാവുകയില്ല. ഓക്കെ, എന്തൊക്കെ സാധനങ്ങളാണ്? മനസ്സ്, അതുപോലെ തന്നെ മുത്തുകൾ, പാല്, ഇങ്ങനെയുള്ള സാധനങ്ങൾ അതിൻ്റെതായ രൂപത്തിലിരിക്കെ നല്ലതും, പക്ഷേ ഒരിക്കൽ അതിന് കേടുപാടുകൾ സംഭവിച്ചാൽ നമ്മൾ ഒരു കോടിക്കണക്കിന് ഉപായങ്ങൾ, കോടിക്കണക്കിന് സൊല്യൂഷനുകൾ അതിന് കണ്ടെത്താൻ ശ്രമിച്ചാലും എന്ത് ചെയ്യാൻ സാധിക്കില്ല? അതിനെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമാവുന്നതല്ല. അതിൻ്റെ ആശയം നോക്കി, എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? മൻ മോദി ഫൂൾ ദൂത് ഓർ രസ്, മനസ്സ്, മുത്തുകൾ, പൂക്കൾ, പാൽ, ഇങ്ങനെയുള്ള സാധനങ്ങൾ അതിൻ്റെതായ രൂപത്തിലിരിക്കെ ജബ് തക് അപ്നെ സഹജ് രൂപ് മേ ഹോ തബ് തക് അച്ഛേ ലഗ്തേ ഹേ, അതിൻ്റെതായ രൂപത്തിലിരിക്കെ അതെല്ലാം എന്താണ്? വളരെ നല്ലതാണ്. പക്ഷേ യേ സബ് ഏക് ബാർ ഖരാബ് ഹോ ജാത്തെ, ഖരാബ് എന്ന് പറഞ്ഞാൽ ചീത്തയായി പോവുക. ഒരിക്കൽ ചീത്തയായി പോയി കഴിഞ്ഞാൽ കരോടോ ഉപായ് കർണേ സേ ഭി, നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അപ്നെ പൂർവ്വ രൂപമേ നഹി ആത്തെ, എന്ത് ചെയ്യാൻ സാധിക്കില്ല? അതിനെ പഴയ രൂപത്തിൽ എത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തിന്മ കയറി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചിലപ്പോൾ അതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞെങ്കിലും നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? പഴയ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പാല് ഒരിക്കൽ കേടായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെന്ത് ചെയ്യാൻ കഴിയില്ല? വീണ്ടും പാലാക്കി മാറ്റാൻ സാധിക്കില്ല. ഇപ്പം ഈ പറയുന്ന സാധനങ്ങളെല്ലാം അതിൻ്റെതായ രൂപത്തിലിരിക്കുക വളരെ നല്ലതും, പക്ഷെ ഒരിക്കൽ കേടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും നമുക്ക് അതിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല? പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതുമല്ല. ഇനി ലാസ്റ്റ് ദോഹയാണ്. ലാസ്റ്റ് ദോഹ നോക്കാം. റഹിമൺ ദാഗ പ്രേംക. ഇവിടെ റഹീം ചെയ്യുന്നത് സ്നേഹത്തിനെ, പ്രേം എന്ന് പറഞ്ഞാൽ സ്നേഹം, സ്നേഹത്തിനെ ഒരു കാര്യവുമായിട്ട് എന്ത് ചെയ്യുകയാണ്? ഉപമിക്കുകയാണ്. ധാഗ, ധാഗ എന്ന് പറയുന്നത് അർത്ഥം എന്ന് പറയുന്നത് ഒരു ചരട്. ഇവിടെ സ്നേഹത്തിന് എന്തിനോടാണ് ഉപമിക്കുന്നത്? ഒരു ചരടിനോടാണ് ഉപമിക്കുന്നത്. മത് തോറോ ചടുക്കായി, ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പൊട്ടിച്ചു കളയാൻ പാടില്ലാത്ത ഒരു ചരടാണ് എന്തെന്ന് പറയുന്നത്? സ്നേഹം എന്ന് പറയുന്നത്. ടൂട്ടെ പൈ ഫിർന ജുരേ ജുരേ ഗാണ്ട് പരിജായ്, ഒരിക്കൽ പൊട്ടിച്ചു കളഞ്ഞാൽ പിന്നെ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. ഇനി കൂട്ടിക്കെട്ടിയാലും അതൊരിക്കലും എന്താവുന്നില്ല? പഴയതുപോലെ ആവുന്നില്ല. ഒരു ചരടിനെ നമ്മൾ മനഃപൂർവ്വം പൊട്ടിച്ചു കളഞ്ഞാൽ അത് രണ്ടായിട്ട് ഇതായിപ്പോയി. ഇനി നമ്മൾ അതിനെ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? പറ്റില്ല. ഇനി എങ്ങനെ കൂട്ടിച്ചേർക്കാൻ പറ്റും? വേണമെങ്കിൽ നമുക്ക് അതിനെ രണ്ടിനെയും കൂടി കൂട്ടിച്ചേർത്ത് കെട്ടാം. പക്ഷെ എന്നാലും
ആദ്യം ഉണ്ടായിരുന്ന ആ ഒരവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ അതിന്റെ ആശയം നോക്കിയേ. പ്രേം ധാഗെ കി സമാൻ ഹെ. സ്നേഹം എന്ന് പറയുന്നത് ഒരു ചരട് പോലെയാണ്. ഇസെ ജാൻ പൂജ് കർ നഹി തോട്ന ചാഹിയെ. ഇതിനെ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും പൊട്ടിച്ചു കളയരുത്. പ്രേം രൂപ് ധാഗ, പ്രേമത്തിന്റെ രൂപമാകുന്ന ചരട് ഒരിക്കൽ ഏക് ബാർ ടൂട്ട് ഗയാത്തോ, ഒരിക്കൽ പൊട്ടിപ്പോയാൽ തോ ഫിർ ജൂട്ട് നഹി പാത്ത, പിന്നീട് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ കഴിയില്ല? കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. ജോഡ് ബി ദിയ ജായേത്തോ, ഇനി അതിനെ കൂട്ടിക്കെട്ടിയെന്ന് വിചാരിക്കും. ഉസ്മേ ഗാൻ പട് ജാത്തി, അതിലെന്ത് വരുന്നു? ഒരു കെട്ട് പ്രത്യക്ഷപ്പെടുന്നു. പ്രേം ബന്ധൻ മേ കബി ബി ടൂട്ട് ന ഹോ, അതുകൊണ്ട് ഒരിക്കലും സ്നേഹബന്ധങ്ങളെ, കൂട്ടുകാരുമായിക്കോട്ടെ വീട്ടുകാരുമായിക്കോട്ടെ ആരുമായിട്ടുള്ള സ്നേഹബന്ധങ്ങളായിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മനഃപൂർവ്വം അതിനെ പൊട്ടിച്ചു കളയാൻ പാടില്ല. ഒരിക്കൽ നമ്മൾ അതിനെ പൊട്ടിച്ചു കളയുകയാണെങ്കിൽ പിന്നീട് നമുക്ക് അതിനെ കൂട്ടിച്ചേർക്കാൻ സാധിക്കില്ല. ഇനി നമ്മൾ കൂട്ടിക്കെട്ടിയാലും അതൊരിക്കലും എന്താവുന്നില്ല? പഴയതുപോലെ ആവുന്നില്ല. അവിടെ എന്താ അവശേഷിക്കും? ഒരു കെട്ട് അവശേഷിക്കും. ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ആരെങ്കിലുമായിട്ട് ഉണ്ടായിരുന്ന സ്നേഹബന്ധം നമ്മൾ എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ ഒഴിവാക്കി കളഞ്ഞാൽ, പൊട്ടിച്ചു കളഞ്ഞാൽ, പിന്നീട് നമ്മൾ അവരോട് വീണ്ടും ചേർന്നാലും അതൊരിക്കലും എന്തുപോലെ ആവുന്നില്ല? പഴയതുപോലെ ആവുന്നില്ല എന്നാണ് ആരഭിപ്രായപ്പെടുന്നത്? ഇവിടെ റഹീം എന്ന് പറയുന്ന എഴുത്തുകാരൻ അഭിപ്രായപ്പെടുന്നത്. അപ്പൊ നമ്മളിപ്പോ 6 ദോഹയുടെ ആശയങ്ങൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് നോക്കിയേ. ഒന്നാമത്തെ ദോഹ എഴുതിയിട്ടുള്ള ആളാണ് ആരാണ്? കബീർ ദാസിന്റെ 2 ദോഹ. ഒന്നാമത്തെ ദോഹയിൽ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? സംസാരത്തിനെ കുറിച്ചാണ്. എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? മധുരമായ രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട്? സംസാരിക്കാൻ. അങ്ങനെ ചെയ്താൽ പറയുന്ന നമുക്കും കേൾക്കുന്നവർക്കും ഒരുപോലെ സന്തോഷം ഉണ്ടാവും. മധുരമായെന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിൽ മറ്റ് തെറ്റായ ചിന്തകൾ വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് എന്ത് ചെയ്യാതിരിക്കുക? സംസാരിക്കാതിരിക്കുക. ഇത് രണ്ടാമത്തെ ദോഹയിൽ പറയുന്നത് എന്താണ്? എങ്ങനെയുള്ളവരാണ് നല്ല മനുഷ്യർ? എങ്ങനെയുള്ളവരാണ്? ഒരു മുറത്തിനെ പോലെ ഉള്ളവരാണ് എന്ത്? നല്ല മനുഷ്യരെന്ന് പറയുന്നത്. ഒരു മുറം നല്ല ധാന്യങ്ങളിൽ നിന്ന് ചീത്ത ധാന്യങ്ങളും മറ്റ് വേസ്റ്റുകൾ ഒഴിവാക്കുന്നത് പോലെ നല്ല മനുഷ്യൻ എന്ത് ചെയ്യുക? തിന്മയെ ഒഴിവാക്കിക്കൊണ്ട് നന്മയെ ജീവിതത്തിൽ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ തുളസീദാസിന്റെ 2 ദോഹ പഠിച്ചു. അതിൽ ഒന്നാമത്തേൽ പറയുന്നതിനെ കുറിച്ചാണ് ദയ. ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ നിന്ന് ദയയെ ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ തന്നെ അഹങ്കാരത്തിന് ഒരിക്കലും നമ്മുടെ ജീവനിൽ എന്ത് കൊടുക്കാനും പാടില്ല? സ്ഥാനം കൊടുക്കാനും പാടില്ല. അതുപോലെ തന്നെ 3 പ്രധാന വ്യക്തികളുടെ കുറിച്ച് പറഞ്ഞു. മന്ത്രി, വൈദ്യൻ, ഗുരു. ഇവര് ഭയം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? സത്യം മറച്ചു വെച്ചുകൊണ്ട് പ്രീതിപ്പെടുത്തുന്ന വാക്കുകൾ മാത്രം സംസാരിക്കാൻ പാടില്ല. മന്ത്രി ചെയ്താൽ രാജ്യത്തിനും, വൈദ്യം ചെയ്താൽ ശരീരത്തിനും, ഗുരു ചെയ്താൽ ധർമ്മത്തിനും നാശമുണ്ടാകും. ഇനി അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് റഹീമിന്റെ ദോഹയില് എന്താണ്? ചില സാധനങ്ങൾ, വളരെ ഭംഗിയുള്ള സാധനങ്ങൾ, മനസ്സ്, മുത്തുകൾ, പൂക്കൾ, പാൽ, ഇവയൊക്കെ അതിൻ്റെ നല്ല രൂപത്തിലിരിക്കെ കാണാൻ നല്ല രസവും, എന്നാൽ ഒരിക്കൽ കേടായാൽ പിന്നെ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? തിരിച്ച് പഴയ രൂപത്തിൽ കൊണ്ടുവരാനും സാധിക്കില്ല. അതുപോലെ തന്നെ അവസാനത്തെ ദോഹയിൽ സ്നേഹത്തിനെ ഒരു ചരടിനോട് ഉപമിക്കുന്നു. ഒരിക്കൽ സ്നേഹമാകുന്ന ചരടിനെ നമ്മൾ പൊട്ടിച്ചു കളഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. ഇനി അഥവാ നമ്മൾ കൂട്ടിക്കെട്ടിയാലും അതെന്താവുന്നില്ല? പഴയ രൂപത്തിലേക്ക് മാറുന്നില്ല. ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്തത്? ഈ 6 ദോഹകളിലായിട്ട് നമുക്ക് പഠിച്ചത്. അപ്പൊ എക്സാമിന് നമുക്കിതിന്റെ ക്വസ്റ്റ്യനുകൾ, ആശയം എഴുതാനായിട്ട് പറയുമ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ആശയങ്ങളെല്ലാം ആശയങ്ങളായിട്ട് തന്നെ തുടങ്ങുന്നതാണ്. അതിന് ഇൻട്രൊഡക്ഷൻ ഒന്നും എഴുതിയിട്ടില്ല. ഇൻട്രൊഡക്ഷൻ എല്ലാം കോമൺ ആയിട്ട് ലാസ്റ്റ് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻസ് നമുക്ക് പല രീതിയിൽ എഴുതാം. ഞാൻ ഒരു 3 ടൈപ്പിലുള്ളത് ഞാനിവിടെ കാണിച്ചു തരാം. ആദ്യം സിമ്പിളായ രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻസ് ആണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. എന്ത് ചെയ്യാം? ഇപ്പോൾ കബീർ ദാസിന്റെ ദോഹയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമുക്ക് എഴുതാം കബീർ ദാസ് കഹത്തെ ഹെ എന്ന് പറഞ്ഞിട്ടൊരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. ഓക്കെ. ഇനി മറ്റൊരു രീതിയാണ്. ഇനി നമ്മൾ തുളസീദാസിന്റെ ആണ് എഴുതുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തുളസീദാസ് ഉപദേശ് ദേത്താ ഹെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഇനി ഈ ഉപദേശ് ദേത്താ ഹെനെ തന്നെ നമുക്ക് കുറച്ചും കൂടെ വലുതാക്കി എഴുതാം. നമുക്ക് ലാസ്റ്റത്തെ റഹീമിന്റെ പേര് വെച്ച് എഴുതുകയാണെങ്കിൽ റഹീം ഹമേ
മെം എന്ന് പറഞ്ഞാൽ നമുക്ക്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപയോഗിക്കാം, അതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു വേർഡാണെന്ത്? ലോകവും ആളുകൾക്ക് കോ കോ ഉപദേശ് ദേത്താ ഹേ. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ഇൻട്രൊഡക്ഷൻസ് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. ഇനി കുറച്ചുകൂടെ നമുക്ക് വലുതാക്കി എഴുതണമെങ്കിൽ, കുറച്ചുകൂടെ നമുക്ക് വലുതാക്കി ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 2 ദോഹ, ചിലപ്പോൾ ഏതെങ്കിലും ദോഹയിലെ 2 വരികളായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പം ഇങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻ ദോഹെ, ഇപ്പോൾ നമ്മൾ കബീർ ദാസിൻ്റെ ആണെങ്കിൽ കബീർ ദാസിനെ ലിഖാ ഹെ. ഈ ദോഹകൾ എഴുതിയത് കബീർ ദാസ് ആണ്. ഇനി സ്മേം കവി കഹത്താ ഹെ, ഇതിൽ കവി പറയുന്നു എന്ന് പറഞ്ഞിട്ട് ബാക്കി ആശയം എന്ത് ചെയ്യുക? എഴുതുക. ഇനി ഇവിടെ ആരുടെ പേര് വേണമെങ്കിലും എഴുതാം. ഇവിടെ കബീർ ദാസിന് പകരം തുളസിദാസെന്നോ റഹീമെന്നോ എഴുതാം. അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെ ചെയ്യാം. ഇവിടെയും ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കബീർ ദാസ് എന്ന് പേര് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ തുളസിദാസിൻ്റെ ദോഹയാണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ അങ്ങനെ എഴുതാം. റഹീമിൻ്റെ ദോഹയാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെയും എഴുതാം. അപ്പോൾ ആശയം എഴുതുന്ന സമയത്ത് ആശയം മാത്രം എഴുതി കഴിഞ്ഞാൽ ഭയങ്കര ചെറുതായി പോകും ആൻസർ. അപ്പം അതുകൊണ്ട് അതിൻ്റെ മുന്നിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൂടി എന്ത് ചെയ്യുക? കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക? ഈ ചാപ്റ്റർ എന്നുള്ള ചോദ്യങ്ങൾ മാക്സിമം നമുക്ക് എന്ത് മാത്രമേ ചോദിക്കുള്ളൂ? നമുക്ക് ഈ ദോഹയുടെ ആശയങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ ഈ ആശയങ്ങൾ നന്നായിട്ട് പഠിച്ച് കൂടെ എന്തുകൂടെ ചേർക്കുക? സിമ്പിളായിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ രണ്ടാമത് തന്നിട്ടുള്ള കുറച്ച് വലിയ ഇൻട്രൊഡക്ഷനോ എന്ത് ചെയ്യുക? അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എന്ത് ചെയ്യുക? എഴുതുക. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പഠിച്ചത് ഏതാണ്? 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്തത്? പഠിച്ചത്.